പശ്ചാത്തലത്തിലും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ, മതേതര രാഷ്ട്രീയ കക്ഷികൾ കേരളത്തിൻ്റെ സമാധാനവും സാഹോദര്യവും സഹവർത്തിത്വവും നിലനിർത്തുന്നതിനാവശ്യമായ യോജിച്ച നിലപാട് സംഘപരിവാറിൻ്റെ വിഷയത്തിൽ സ്വീകരിക്കണമെന്നാണ് ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമതായി, ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഘട്ടത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. കേരളം ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നേരിടുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ സ്വാഭാവികമായും ചർച്ച ചെയ്യാം. വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ച ഒരു ഭരണകൂടം എന്ന അർത്ഥത്തിൽ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. പക്ഷേ അത്തരം ഭരണ നേട്ടങ്ങളോ വികസന പദ്ധതികളോ അല്ല നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ ചർച്ചയിൽ മുഴച്ചു നിന്നത്. മറിച്ച് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതസംഘടനയെ, ഒരാദർശ പ്രസ്ഥാനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് ശക്തമായി നടന്നത്. CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷും അവസരം കിട്ടിയ ഘട്ടത്തിലെല്ലാം ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കി, ആയുധമാക്കി അങ്ങേയറ്റം അപകടകരമായ വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തിനാണ് കേരളത്തിൽ നേതൃത്വം നൽകിയത് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതാദ്യമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രം പയറ്റുന്ന ഒരു തന്ത്രമായിട്ടല്ല ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളിത് അനുഭവിക്കുന്നത്. നേരത്തെ പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇതേ സമീപനമാണ് CPM സ്വീകരിച്ചത്. അത് കഴിഞ്ഞ് നിലമ്പൂർ ഇലക്ഷനിലും CPM ഇതേ സമീപനമാണ് സ്വീകരിച്ചത്. പാലക്കാടിലെ ജനത ഇതിന് കൃത്യമായ തിരിച്ചറിവ് നേടിയെടുക്കാൻ പറ്റുന്ന സ്വഭാവത്തോടു കൂടിയുള്ള തിരുത്ത് സൃഷ്ടിക്കാൻ കഴിയും വിധമുള്ള പ്രതികരണമാണ് ഇലക്ഷനിൽ നൽകിയത്. പക്ഷേ CPIഎം അതിനെക്കുറിച്ച് വീണ്ടും വിചാരം നടത്തിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് അതേ സമീപനം നിലമ്പൂർ ഇലക്ഷനിലും CPM സ്വീകരിച്ചു. അങ്ങേയറ്റത്തെ പദാവലികൾ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ പ്രയോഗിച്ചു. നിലമ്പൂരിലും, സിറ്റിംഗ് സീറ്റായ നിലമ്പൂരിലും പ്രബുദ്ധരായ നിലമ്പൂരിലെ ജനത വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്താണ് നടത്തിയത്. അതിൽ നിന്നും CPM പാഠം പഠിച്ചില്ല. അത് കഴിഞ്ഞതിന് ശേഷം പഞ്ചായത്ത് ഇലക്ഷനിൽ സമാനമായ സമീപനമാണ് CPMൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പാലക്കാട്ടുകാർ കൊടുത്ത സന്ദേശം, നിലമ്പൂരിൽ നിന്ന് കിട്ടിയ സന്ദേശം, അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സമാനമായ സ്വഭാവത്തിൽ CPMന് പകർന്നു കൊടുത്ത ഇലക്ഷനായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറയുക, കേരളത്തിലെ മുഴുവൻ ജനതയും നടത്തിയ വിധിയെഴുത്തിനെ വസ്തുനിഷ്ഠമായ വിലയിരുത്തലിന് വിധേയമാക്കാൻ CPM സന്നദ്ധമാകണം. CPM ഈ ധ്രുവീകരണ രാഷ്ട്രീയത്തെക്കുറിച്ച് പുനരാലോചന നടത്താൻ സന്നദ്ധമാകണം. ധ്രുവീകരണ രാഷ്ട്രീയം അപകടകരമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് CPMന് ഇത് അപകടകരമാണ്, കേരളത്തിന് ഇത് അപകടകരമാണ്. കേരളത്തിൻ്റെ ഏറ്റവും സാഹോദര്യത്തിലും സൗഹൃദത്തിലും അധിഷ്ഠിതമായ സാമൂഹ്യ സംവിധാനത്തിന് ഇത് അപകടകരമാണ്. അതുകൊണ്ട് ഇടതുകൂടിയുള്ള കേരളമാകണം കേരളം എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് അഭിപ്രായമുണ്ട്. സംഘപരിവാറുള്ള കേരളമല്ല, ഇടതും വലതുമുള്ള ഇരുമുന്നണികളും അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിച്ചും മത്സരിച്ചും കേരളത്തിൻ്റെ ബഹുസ്വര അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPIഎം കുറച്ച് കാലങ്ങളായി വെച്ചു പുലർത്തുന്ന സമീപനങ്ങൾ അല്ലെങ്കിൽ ധ്രുവീകരണ രാഷ്ട്രീയത്തിൽ നിന്ന് പുനരാലോചനയ്ക്ക് സന്നദ്ധമാകണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ 10 വർഷം കേരളത്തിലുടനീളം നടന്ന CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സമീപനം നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഹെയ്റ്റ് സ്പീച്ച് നടത്തുകയും ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്നവർക്ക് നിർബാധം അത് നടത്താനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുന്ന സമീപനമാണ് കേരളത്തിൽ CPM സ്വീകരിച്ചത്. ഏറ്റവും അവസാനം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം CPM മുൻകൈയെടുത്ത നവോത്ഥാന സമിതിയുടെ ചുമതലക്കാരനാണ്. അദ്ദേഹം സമുദായത്തിൻ്റെ വിഷയം പറയുന്നതിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ നമ്മളൊക്കെ സന്നദ്ധമാണ്. അദ്ദേഹം മലപ്പുറത്ത് വന്ന് നടത്തിയ സ്പീച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതൊരു രാജ്യമാണ്, ഇവിടെ ജീവിക്കുക പ്രയാസമാണ്, ശ്വാസം കഴിക്കാൻ കഴിയുന്നില്ല.
അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അടുത്ത് നടത്തിയ പ്രഭാഷണം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ അധികാരമെല്ലാം പിടിച്ചടക്കാൻ പോകുന്നു. യഥാർത്ഥത്തിൽ നിലവിൽ ഭരണ സംവിധാനത്തിനകത്തും ബ്യൂറോക്രസിക്കകത്തും ഉദ്യോഗമണ്ഡലങ്ങളിലുമൊക്കെയുള്ള ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യത്തെക്കുറിച്ച് സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുകയും നിലവിലുള്ള സംവരണ സംവിധാനം വരെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പലപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അന്യായമായും അനധികൃതമായിട്ടും എന്തെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റി നേടിയെടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചു കൊടുക്കാൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പേരിൽ സാമുദായിക അന്തരീക്ഷം തകർക്കരുത്. അത്രയേറെ വിഷം തുപ്പുന്ന പ്രഭാഷണം അദ്ദേഹം നടത്തിയതിന് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ശ്രീ വെള്ളാപ്പള്ളിയുടെ നാവിൽ സരസ്വതി വിലാസം വിളയാടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ നവോത്ഥാന നായകനായിട്ടൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. ഇത് അവിടെ നിന്നിട്ടില്ല. നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ് അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്കറിയാം ഒരു മതപുരോഹിതൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. തിരുത്താം, അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ്റിലെ ഒരു മന്ത്രി അദ്ദേഹത്തെ സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അതായിരുന്നില്ല കേരളത്തിലെ ഇടതുപക്ഷം, അതായിരുന്നില്ല കേരളത്തിലെ CPM. തുടർന്ന് നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ കേരളത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ പറയാം, സൂംബ ഡാൻസുമായി ഒരു തീരുമാനം ഉണ്ടായി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന്. സൂംബ ഡാൻസ് വിദ്യാർത്ഥികളുടെ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് സജസ്റ്റ് ചെയ്തൊരു കാര്യം. അതിനോട് എൻ്റെ പ്രിയ സുഹൃത്ത് TK അഷ്റഫ്, ഒരു മതസംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾ, അധ്യാപകനാണ്. അദ്ദേഹം പറഞ്ഞു അതല്ലാത്ത ഓപ്ഷനും ഉണ്ടാകും, അതുകൊണ്ട് അതിനെക്കുറിച്ച് പുനഃപരിശോധന നടത്തണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. അദ്ദേഹം അതിന് വിശദീകരണം നൽകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുത്തു. മാത്രമല്ല അദ്ദേഹത്തിന് നേരെ പ്രയോഗിച്ച പ്രയോഗങ്ങൾ തീവ്രവാദി, അതുപോലെ തന്നെ വർഗീയവാദി, ആരെങ്കിലും അല്ല, ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ ഇടത് പ്രൊഫൈലുകളിൽ നിന്നും അദ്ദേഹത്തിനെതിരെ ശക്തമായ സൈബർ ആക്രമണം നടന്നു. ഇത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ജനകീയ സമരങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ അതിൽ തട്ടമിട്ടവരും മുസ്ലിങ്ങളുണ്ട് എങ്കിൽ അതിനെ തീവ്രവാദികൾ സമരത്തിൽ എന്ന് പറയുന്നത് ഇടതുപക്ഷമാകുമ്പോൾ എത്ര അപകടകരമാണത്. ദേശീയ സമരത്തിൽ അതാണ് ഉപയോഗിച്ചത്, ഗെയിൽ സമരത്തിൽ അതാണ് ഉപയോഗിച്ചത്. പൗരത്വ സമരത്തിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറി എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതിന് പിന്നീട് എടുത്ത് ഉദ്ധരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അഥവാ സംഘപരിവാറിന് മണ്ണൊരുക്കുന്ന സമീപനം CPMൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകാവോ? CPM നരേഷനുകൾ സംഘപരിവാർ പ്രൊഫൈലുകളും സംഘപരിവാർ നരേഷനുകൾ CPIM പ്രൊഫൈലുകളും പ്രചരിപ്പിക്കേണ്ടി വരുന്ന ഒരേ മെറ്റീരിയൽ വെച്ചുകൊണ്ട് രണ്ട് ധ്രുവങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടി വരുന്ന ഒരു സമാനതയിലേക്ക് എന്തുകൊണ്ടാണ് ഇടതുപക്ഷം എത്തിയത് എന്ന് ഗൗരവത്തോടു കൂടി ഇടതുപക്ഷം ആലോചിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആദരണീയനായ മുഖ്യമന്ത്രി, അദ്ദേഹം കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സമീപനം ഉണ്ടാകേണ്ടത്. 2024 സെപ്റ്റംബറിലാണ് അദ്ദേഹം ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോയി ഒരു ഏജൻസിയുടെ കൂടി സഹായത്തോടു കൂടി ഹിന്ദുവിന് അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? മലപ്പുറത്തെ കള്ളക്കടത്താണ് അദ്ദേഹം പറഞ്ഞത്. കള്ളക്കടത്ത് എല്ലാ എയർപോർട്ടിലും നടക്കുന്നുണ്ട്. അതിൻ്റെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേരിയേഷൻ എന്നുള്ളത് വേറെ തന്നെ നമ്മൾ ചർച്ചയ്ക്കും പഠനത്തിനും വിധേയമാക്കേണ്ടതാണ്. അത് പിടികൂടാനും അതിൽ നടപടിയെടുക്കാനും ബാധ്യസ്ഥമായ ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്. അദ്ദേഹം ഡൽഹിയിൽ പോയിട്ട് ഒരു ഇംഗ്ലീഷ് പത്രത്തിന് ഇൻ്റർവ്യൂ കൊടുത്തതിൻ്റെ അജണ്ട എന്താ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ജില്ലയെ വംശീയമായി അല്ലെങ്കിൽ ഈ അർത്ഥത്തിൽ ചേരിതിരിച്ച് അധിക്ഷേപിക്കുന്നത് ഒരു മുഖ്യമന്ത്രി ആകുന്നു എന്ന് പറയുന്നത് എത്രമാത്രം ആരോഗ്യകരമാണ്. അയ്യപ്പ സംഗമം നടന്നു. അയ്യപ്പ സംഗമത്തിൽ അതിഥിയായി വിളിച്ചത് ആരെ? UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ. ഇടതുപക്ഷമാണല്ലോ കേരളം ഭരിക്കുന്നത്.
ഇന്ത്യയിൽ ബുൾഡോസർ രാജ് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ കൂടി മറികടന്നുകൊണ്ട് ബുൾഡോസർ രാജും മൊബ് ലിഞ്ചിങ്ങും നടത്തുന്ന, മൈനോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഭീതിയോടുകൂടി കാണുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ശ്രീ യോഗി ആദിത്യനാഥ്. അദ്ദേഹം വന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ആശംസ അദ്ദേഹം എഴുതി കൊടുത്തു വിട്ടു. അതെന്തൊരു ഉൾപ്പുളകത്തോടു കൂടിയാണ് മന്ത്രിവാസം വായിച്ചത്, ആവേശം കൊണ്ടത്. ഇത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാലങ്ങളായി സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ തുടർച്ചയാണോ? ആലോചിക്കേണ്ട കാര്യമല്ലേ. കേരളത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തുള്ള അഴിച്ചുപണിക്കാധാരമാകുന്ന ഫണ്ടഡായ കരാറിൽ ഒപ്പുവെച്ചു. മന്ത്രിസഭയോട് ആലോചിച്ചിട്ടില്ല. ഭീതി ജനിപ്പിച്ച് ഹൈന്ദവ വോട്ടിൻ്റെ കൺസോൾട്ടേഷനാണ് യഥാർത്ഥത്തിൽ CPM ആഗ്രഹിക്കുന്നത്. ഈ അർത്ഥത്തിലുള്ള ധ്രുവീകരണ രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നത് ചരിത്രത്തിലുടനീളം തീവ്ര ഹിന്ദുത്വത്തിന് വഴിയൊരുക്കുക മാത്രമാണ് ചെയ്തത്. അതിൽ ദേശീയ രാഷ്ട്രീയ പാഠം ഒരു പാഠപുസ്തകമായി CPMൻ്റെ മുമ്പിൽ ഉണ്ടാകണം എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. മാത്രമല്ല, പലപ്പോഴും CPMൻ്റെ ദിശാരാഹിത്യത്തിൻ്റെ ഘട്ടത്തിലെല്ലാം CPMൻ്റെ കാര്യത്തിൽ ഇടപെട്ടിരുന്ന ഒരുപാട് സാംസ്കാരിക പ്രവർത്തകർ, ഇടത് സഹയാത്രികർ, ബുദ്ധിജീവികളുണ്ട്. ഞാൻ അവരോടുകൂടി ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷമുള്ള കേരളം നിലനിൽക്കണം എന്നുള്ളതുകൊണ്ട് പറയുന്നത് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ധ്രുവീകരണ രാഷ്ട്രീയത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കും വിധമുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ധാരാളം കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമി മത്സരിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. നേരത്തെ ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് നിലപാടുകൾ പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ മറ്റൊരു പാർട്ടിയിലാണ്, വെൽഫെയർ പാർട്ടിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇലക്ഷൻ ഇൻവോൾവഡ് അല്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. പുതിയതൊന്നും പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ പഴയ കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ആളുകളിൽ ഭീതി ഉണർത്തുന്ന വിധത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു ഭീകര സ്വത്വം പോലെയാണ് അവതരിപ്പിച്ചത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ് ഈ ജമാഅത്തെ ഇസ്ലാമി? ഏറ്റവും അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് മധുര, ഡിണ്ടിഗൽ, രാജസ്ഥാനിലെ സിക്കർ ഈ 3 മണ്ഡലങ്ങളിലും CPMനെ പിന്തുണച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതായത് ആകെ 4 MP ഇവിടെ CPMനുള്ളത്. ആ 4 MP-മാരിൽ 3 MP-മാരും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി ജയിക്കുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ അതിനോടുള്ള കടപ്പാട് തിരിച്ച് രേഖപ്പെടുത്തുകയും ചെയ്തവരാണ്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കേരളത്തിന് പുറത്ത് പലയിടങ്ങളിലും സഹകരിക്കുന്നുണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിൽ എന്തിനാണ് ഭീകരവൽക്കരിക്കുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ കൂടി ഏറ്റവും നല്ല റിസൾട്ടാണ് ഈ ഇലക്ഷനിൽ ഉണ്ടായത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതേസമയം ബഹുമാന്യനായ മുഖ്യമന്ത്രി കേരളത്തിൽ ഇവിടെ കോഴിക്കോട് വന്നപ്പോൾ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ, നിങ്ങളെല്ലാവരും കൂടിയും ചോദിച്ചപ്പോഴാണെന്നാണ് തോന്നുന്നത്, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചർച്ച അദ്ദേഹം സ്ഥിരീകരിച്ചു. അതൊരു സ്റ്റെപ്പാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചർച്ച സ്ഥിരീകരിച്ചു എന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ചില ഡയലോഗ്സ് ഉണ്ട്. അവരാവശ്യപ്പെട്ടിട്ടാണ് ഞാൻ സംസാരത്തിന് അവസരമൊരുക്കിയത്. അതോടൊപ്പം തന്നെ അവർ വന്നത് AKG സെൻറ്ററിലാണ്. അവർ വർഗീയ പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരുമായി സംസാരിച്ചത്. പറയേണ്ടത് ഞങ്ങൾ മുഖത്ത് നോക്കി പറയും കേട്ടോ എന്നും കൂടി അദ്ദേഹം പറഞ്ഞു. അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകാനൊന്നും അല്ല ഞങ്ങൾ അവരുമായി സംസാരിച്ചത്. വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്, അങ്ങനെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ജമാഅത്തെ ഇസ്ലാമി CPMൽ നിന്നോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നോ ഭരണകൂടത്തിൽ നിന്നോ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ആദ്യം ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമികമായ വിശ്വാസ പ്രമാണത്തിലാണുള്ളത്. അതനുസരിച്ച് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ, അനുഗ്രഹമുടയവനായ ദൈവത്തിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ നമ്മളൊരു കർമ്മ പുസ്തകത്തെക്കുറിച്ച് ഞങ്ങളൊക്കെ വിശ്വാസ പ്രമാണം അനുസരിച്ച് പഠിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുത്തപ്പെടുന്ന, സുഹൃതങ്ങളും രേഖപ്പെടുത്തും, അതുപോലെ തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളും രേഖപ്പെടുത്തും. കർമ്മ പുസ്തകം
ആ പുസ്തകത്തിലെ ഗുഡ് ബുക്കിൽ കയറാനാണ് ജമാഅത്ത് ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അത്തരം ഒരു ഗുഡ് സർട്ടിഫിക്കറ്റും അത്തരം ഒരു ഗുഡ് ബുക്കും ആഗ്രഹിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം CPIMൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റും CPIMൻ്റെ ഗുഡ് ബുക്കും നമ്മൾ CPIMൻ്റെ എന്നല്ല, ഒരു വിഭാഗത്തിൻ്റെയും ഗുഡ് ബുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ ഫീഡ്ബാക്കിന് നമ്മൾ ഗുണപരമായി വിലയിരുത്തുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മാത്രമല്ല, ആ കാലമൊക്കെ കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. ഭൂമി ജമ്മിത്വത്തിൻ്റെ കാലം മാത്രമല്ല, രാഷ്ട്രീയ ജമ്മിത്വത്തിൻ്റെയും കാലം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലൊരു ഏജൻസി സർക്കുലർ സർട്ടിഫിക്കറ്റ്, തീവ്രവാദ സർട്ടിഫിക്കറ്റ്, വർഗീയവാദ സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരു ഏജൻസിയെ AKG സെൻറ്ററിൽ കേരളീയ സമൂഹം അസൈൻ ചെയ്തതായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് അത്തരം ഒരു സർട്ടിഫിക്കറ്റിന് ക്യൂ നിൽക്കുന്ന ഗതികേട് കേരളത്തിൽ ഏതെങ്കിലും ഒരു സാമൂഹ്യ സംഘടനയ്ക്കുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. രണ്ടാമത് പറയാനുള്ളത്, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാവശ്യം ഉന്നയിക്കുകയും അങ്ങനെ AKG സെൻറ്ററിൽ പോവുകയും അത്തരമൊരു ഡയലോഗ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്തത് കേരള ജമാഅത്തെ ഇസ്ലാമിക്ക് അറിയില്ല. വേറെ ഏതെങ്കിലും ഘടകം അദ്ദേഹമായിട്ട് സംസാരിച്ചു എന്ന് കേരളത്തിന് അറിയില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞല്ലോ, പറയേണ്ടത് നേരെ ചൊവ്വേ പറയും കേട്ടോ എന്ന് പറഞ്ഞല്ലോ. അതേ സമാനമായ സംസാരം അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനോട് പറയൂ. അതേ സമാനമായ സംസാരം ഇന്ത്യയിലുടനീളം ഹിന്ദുത്വ വംശീയതയ്ക്ക് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയോട് പറയോ? അദ്ദേഹം സമാനമായ സംസാരം അമിത്ഷയോട് പറയോ? അദ്ദേഹം യോഗി ആദിത്യനാഥിനോട് പറയോ? യോഗി ആദിത്യനാഥിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടാണ് സെക്കുലർ ഗുഡ് സർട്ടിഫിക്കറ്റ് അദ്ദേഹം ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത്, നരേന്ദ്രമോദിയോടോ അമിത്ഷയോടോ യോഗി ആദിത്യനാഥിനോടോ വെള്ളാപ്പള്ളി നടേശനോടോ പറയാൻ കഴിയാത്ത, എന്നാൽ മൈനോറിറ്റിയിൽ ഏതോ ഒരു സംഘടനയോട് വർഗീയവാദി എന്ന് പറയേണ്ടി വരുന്ന ഗതികേടിൽ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് ഈ കാലത്ത്. നമുക്ക് സംസാരിക്കാം, അത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മറ്റൊന്ന്, ജമാഅത്തെ ഇസ്ലാമി നേരത്തെ നേരിട്ട് ഇലക്ഷൻ നിലപാട് ഇവിടെ വെച്ചിട്ട് തന്നെ നിലപാടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിലപാട് പ്രഖ്യാപിച്ചൊന്നും ഏകപക്ഷീയമായിട്ടല്ല. നിലപാട് പ്രഖ്യാപിച്ചതൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടാണ് 2011 മാർച്ചിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ അമീർ ടി ആരിഫ് അലി സാഹിബും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നും അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയനുമായി സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരത്തിൽ മറ്റൊന്നല്ല സംസാരിച്ചത്, വർഗീയതയും തീവ്രവാദവും എന്നല്ല സംസാരിച്ചത്. ആ സംസാരത്തിൽ ഇലക്ഷൻ പിന്തുണയുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുമുണ്ട്. അതിനുശേഷം ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കാത്ത ചർച്ചയും പറയാത്ത കാര്യങ്ങളുമാണ് മുഖ്യമന്ത്രി പറയുന്നത്. നടന്ന ചർച്ചകളും പറഞ്ഞ കാര്യങ്ങളും ധാരാളമുണ്ട്. വെളിപ്പെട്ടതുമുണ്ട്, പറയാത്തതുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് 11-ന് ശേഷവും നടന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അതൊന്നും പത്രക്കാരുമായി ഇപ്പോൾ പങ്കുവെക്കാത്തത് CM വെച്ചു പുലർത്തുന്നതിനേക്കാൾ ഉയർന്ന രാഷ്ട്രീയ മാന്യത വെച്ചു പുലർത്തണമെന്ന് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അതിൽ ഞാൻ അത്രേ പറഞ്ഞു വെക്കുന്നുള്ളൂ. അത് ബാക്കി ചർച്ച നടത്തിയ ആളുകൾക്ക് അറിയാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇമേജാണ് CPM സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഒളിവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയല്ല, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. വളരെ സുതാര്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ജമാഅത്തുകാർക്കിടയിൽ ജീവിക്കുന്ന ജനങ്ങളുണ്ടാവും, ജമാഅത്തെ ഇസ്ലാമുമായി സഹകരിക്കുന്ന ജനങ്ങളുണ്ടാവും. അതിൻ്റെ പ്രസിദ്ധീകരണങ്ങളുണ്ട്, അതിൻ്റെ പ്രഭാഷണങ്ങളുണ്ട്, അതിൻ്റെ നിലപാടുകളുണ്ട്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. കേരളത്തിൽ നിങ്ങളൊക്കെ പരിശോധിക്കേണ്ടത് അതിൻ്റെ വാക്കിൽ, പ്രവൃത്തിയിൽ, പ്രഭാഷണത്തിൽ, വിഷ്വൽ കണ്ടൻറ്റിൽ ഏതെങ്കിലും ഒന്നിൽ വർഗീയത എന്ന് പറയണ്ട, വർഗീയതയുടെ ഒരു അംശം നിലനിൽക്കുന്ന, പരമത വിദ്വേഷത്തിൻ്റെ ഏതെങ്കിലും ഘടകം ഉൾക്കൊള്ളുന്ന, ബഹുസ്വര സമൂഹത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ അലോസരം സൃഷ്ടിക്കുന്ന, കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിന് ഏതെങ്കിലും അർത്ഥത്തിൽ ഡാമേജ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഘടകം
പറയാൻ 7.5 പതിറ്റാണ്ടിനിടയ്ക്ക് കഴിയില്ല എന്ന് ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റും. എല്ലാ സംഘടനയും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകട്ടെ. ഇന്നലെ പിണറായി എന്ന് പറയുന്ന സ്ഥലത്ത് ബോംബ് നിർമ്മാണത്തിനിടെ കൈപ്പത്തി നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിയോട് ഈ വർത്തമാനം പറയുന്നത് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പതിറ്റാണ്ടായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ജനങ്ങൾക്കിടയിലാണ് പ്രവർത്തിക്കുന്നത്. ഇസ്ലാമിൻ്റെ പ്രതിനിധാനമാണ് നിർവഹിക്കുന്നത്. ബഹുസ്വര സമൂഹത്തിനകത്ത്, ബഹുമത സമൂഹത്തിനകത്ത് അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും ആരോഗ്യകരമായ ആശയ സംവാദങ്ങളും അതുപോലെ തന്നെ ആശയ കൈമാറ്റങ്ങളും നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. കമ്മ്യൂണൽ പോളറൈസേഷൻ വ്യാപകമാകുന്ന കാലത്ത് മനുഷ്യ സമൂഹത്തിനിടയ്ക്കുള്ള ബന്ധങ്ങൾ വിളക്കിച്ചേർക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ രൂപപ്പെടുന്ന പ്രസ്ഥാനമാണ്. ഇന്ത്യയിലുടനീളം സദ്ഭാവന മഞ്ച് എന്ന് പറഞ്ഞ് പ്ലാറ്റ്ഫോം ജമാഅത്ത് ഇസ്ലാമി ഇനീഷ്യേറ്റ് ചെയ്ത് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കേരളത്തിൽ സൗഹൃദ വേദികൾ രൂപപ്പെടുത്തുന്നുണ്ട്. ഓണമായാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും ലോക്കലി മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന സുഹൃത്ത് സംഗമങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം കൊടുക്കുന്നുണ്ട്. അത് എഡ്യൂക്കേഷൻ പ്രവർത്തനം നടത്തുന്നുണ്ട്, ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട്, മീഡിയ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിലെല്ലാം ലക്ഷ്യം വെക്കുന്നത് മനുഷ്യരാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ എഫേർട്ടിൻ്റെ 75% കമ്മ്യൂണിറ്റി എന്ന് കൂടി പറഞ്ഞാൽ പോരാ, മനുഷ്യരാണ്. അതിൻ്റെ ഗുണഭോക്താക്കൾ മനുഷ്യരാണ്. ഏറ്റവും അവസാനം ചൂരൽ മലയിൽ 25 കോടിയുടെ പ്രൊജക്റ്റ് പ്രഖ്യാപിച്ച പ്രസ്ഥാനമാണ്. നിങ്ങൾക്ക് അവിടെ പരിശോധിക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ കേരളത്തിൽ ഡിസാസ്റ്റർ നടന്ന ഇടങ്ങളിലൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകൾക്കകത്ത് നിന്നിട്ടല്ല, എല്ലാവരും ദൈവത്തിൻ്റെ അടിയാറുകളായ സൃഷ്ടികളാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട്, മനുഷ്യരെന്ന് പറയുന്ന അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി സമൂഹത്തിനകത്ത് ഇസ്ലാമിൻ്റെ പ്രതിനിധാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു പ്രസ്ഥാനത്തെയാണ് ഈ ഒരു സ്വഭാവത്തിൽ ഭീകരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിൽ കുറച്ചു കാലമായി CPM വെച്ച് പുലർത്തുന്ന സാധാരണക്കാർക്ക് ശരിയെന്ന് തോന്നാവുന്നൊരു സാധനമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കുന്നു. ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കണമെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കണം. ആദ്യം ഞാൻ പറയുന്നത്, എന്താണ് ഭൂരിപക്ഷ വർഗീയത? നിങ്ങൾ പത്രപ്രവർത്തകരാണ്, ഹിന്ദുത്വ വംശീയതയാണ്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഞാൻ അന്ന് രാവിലെ ഒന്നും കൂടി വായിച്ച്, വിചാരധാര വളരെ കൃത്യമായി 258 പേജിലോ മറ്റോ പറയുന്നത്, ഇന്ത്യയിലെ ആന്തരിക ശല്യം, ശത്രുക്കൾ 1 മുസ്ലിങ്ങളാണ്, 2 ക്രൈസ്തവരാണ്, 3 കമ്മ്യൂണിസ്റ്റുകളാണ്. പുറത്തുള്ള ശത്രുവിനേക്കാൾ അകത്തുള്ള ശത്രുവിനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാരഗ്രാഫ് ആരംഭിക്കുന്നത്. ഇതുപോലെ എഴുതി വെച്ച ഏതെങ്കിലും ഒരു സാമൂഹ്യ സംഘടന, ഏതെങ്കിലും ഒരു മതസംഘടന, ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന, ഏതെങ്കിലും ഒരു മൈനോറിറ്റി സംഘടന കേരളത്തിലുണ്ടോ? പരമത വിദ്വേഷം തിയറിയായി സിദ്ധാന്തമായി എഴുതി വെച്ച് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു മതസംഘടന കേരളത്തിലുണ്ടോ? എന്തിനാണ് ഇത്ര അപകടകരമായ, ഇന്ത്യയിലുടനീളം ഭീതി വിതച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിൽ വംശീയ ഉന്മൂലന പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിനോട് അതിൻ്റെ വിക്ടിംസായ മൈനോറിറ്റിയെ സമീകരിക്കുന്നത്? എന്താണ് വർഗീയത എന്ന് CPM പറയണം. എന്താണ് വർഗീയത? പരമത വിദ്വേഷമാണോ? എങ്കിൽ ആരാണത് ചെയ്യുന്നത്? ഐഡൻറ്റിഫൈ ചെയ്യാലോ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ത്യയിൽ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന UCC വ്യക്തി സ്വാതന്ത്ര്യത്തെ ആണ് നിരാകരിക്കുന്നത്, NRC പൗരത്വത്തെയാണ് നിരാകരിക്കുന്നത്, വഖഫ് ബില്ല് സമ്പത്താണ് കൊള്ളയടിക്കുന്നത്, ഒരു കമ്മ്യൂണിറ്റിയുടെ ആചാരപരമായ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായുള്ള സമ്പത്താണ് കൊള്ളയടിക്കുന്നത്. ബുൾഡോസർ രാജും അതുപോലെ തന്നെ മൊബിലിഞ്ചിങ്ങും ഒരു ജനതയെ തന്നെയാണ് വംശഹത്യ നടന്നത്. ബീഹാറിൽ അത്തർ ഹുസൈൻ എന്ന് പറയുന്ന ഒരാളെ കഴിഞ്ഞ ദിവസം കയ്യിലെ വിരലുകൾ, കാലിലെ വിരലുകൾ പ്ലയർ ഉപയോഗിച്ച് പിഴുതെടുത്ത് ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ അന്ത്യമൊഴി നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇന്ത്യക്കകത്ത് ഇത്ര ഭീകരമായ വംശീയ ഉന്മൂലന പദ്ധതി നടപ്പാക്കുന്ന സംഘപരിവാറിനോട് അതിൻ്റെ മുമ്പിൽ എക്സിസ്റ്റൻസിന് വേണ്ടി, അതിജീവനത്തിന് വേണ്ടി ഇന്ത്യയിലുടനീളം ജനാധിപത്യ സംവിധാനത്തെയും ഇന്ത്യ അലയൻസ് ഉൾപ്പെടെയുള്ള സെക്യുലർ ചേരിയെയും ബലപ്പെടുത്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന
മുസ്ലിം സംഘടനകളെ സമീകരിക്കാൻ മാത്രമുള്ള ആശയപാപ്പരത്വം എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിനുണ്ടായത്? നിങ്ങൾ ഇന്ത്യയിൽ കഴിഞ്ഞ് നടന്ന ഇലക്ഷനിൽ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാവരും ചേരുന്ന ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ. എന്തിന്? സംഘപരിവാറിനെ തടയിടാൻ. അങ്ങനെ സംഘപരിവാറിനെ തടയിടാൻ ദേശീയ തലത്തിൽ മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് ഇന്ത്യ അലയൻസിൻ്റെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ ആ മുസ്ലിം കമ്മ്യൂണിറ്റിയെ എങ്ങനെയാണ്, ഇനി ജമാഅത്തെ ഇസ്ലാമിയെ എങ്ങനെയാണ് ഈ അർത്ഥത്തിൽ സമീകരണ സിദ്ധാന്തത്തിലൂടെ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയാൻ കഴിയുക? ഇത് ഈ രാജ്യത്തെ ഹിന്ദുത്വ വംശീയതയെ ലളിതവൽക്കരിക്കുക എന്നുള്ളതാണ്. രാജ്യത്തെ ഹിന്ദുത്വ വംശീയതയെ ലളിതവൽക്കരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നാകുമ്പോൾ അത് അതിഗുരുതരമായ വീഴ്ചയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാനുള്ളത്, സ്വതന്ത്ര ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷികൾ നൽകിയ, വർഗീയതയോട് കടുത്ത നിലപാട് സ്വീകരിച്ച ISIS എന്ന് പറയുന്നത് സാമ്രാജ്യത്വത്തിൻ്റെ ഉൽപ്പന്നമാണ്. അത് വന്നപ്പോൾ പോലും കേരളത്തിൽ ISIS ഇസ്ലാം അല്ല എന്ന് സധീരം പ്രഖ്യാപിച്ച, മുഖ്യധാരാ മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച ഒരു മലയാളക്കരയിൽ നിന്നുകൊണ്ട് ഈ ന്യൂനപക്ഷ വർഗീയത എന്ന് CPM പറയുന്നത് ഗുണം ചെയ്യുക ഹിന്ദുത്വ ഫാസിസത്തിനാണ് എന്ന് മനസ്സിലാക്കാൻ കേരളീയ സമൂഹത്തിന് സാധിച്ചിരിക്കുന്നു എന്നതുകൊണ്ടുകൂടിയാണ് ഈ ഇലക്ഷൻ റിസൾട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ ഞാൻ ആലോചിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇടതായാലും വലതായാലും മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ അഭ്യസ്തവിദ്യരാണ്, രാഷ്ട്രീയ ബോധമുള്ളവരാണ്, ഹിന്ദുത്വ വംശീയതയുടെ ഭീതിയെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചാരണങ്ങളിലൂടെയുള്ള പ്രചാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പുകളെ കൊണ്ട്, ഇത്തരത്തിലുള്ള തെറ്റായ കുപ്രചാരണങ്ങൾ കൊണ്ട് മാത്രം മൈനോറിറ്റിയെ സ്വാധീനിക്കാനോ അവിടെ അധികാര രാഷ്ട്രീയത്തിനുള്ള ചവിട്ടുപടിയായിട്ട് അവർ ഉപയോഗിക്കാനോ കഴിയുമെന്ന് പറയുന്നത് ഇടതായാലും വലതായാലും ഈ കാലഘട്ടത്തിൽ അത് അസാധ്യമാണ് എന്നുകൂടി തെളിയിക്കുന്ന ഇലക്ഷനാണ് ഈ ഇലക്ഷൻ. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ മൈനോറിറ്റിയുടെ മാത്രം പ്രശ്നമല്ല, പുതിയ ജനറേഷൻ തന്നെ അങ്ങനെയാണ്. ജെൻസി എന്നൊക്കെ നിങ്ങൾ പറയുന്ന ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, അവർ വംശീയതക്കെതിരാണ്, വർഗീയതക്കെതിരാണ്. ഒളിഞ്ഞായാലും തെളിഞ്ഞായാലും ധ്രുവീകരണ രാഷ്ട്രീയത്തെക്കുറിച്ച് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ പ്രബുദ്ധരാണവർ. ആ രാഷ്ട്രീയ പ്രബുദ്ധതയെ പരിഹസിക്കുന്ന നിലപാടുകളിൽ നിന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിന്തിരിയുകയും, മാധ്യമങ്ങൾ എന്ന നിലയ്ക്ക് ഞാൻ പറയുക, നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയോട് നമുക്ക് വിയോജിക്കാം, ആശയപരമായി നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാം. കറക്റ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ആര് പറഞ്ഞാലും കറക്റ്റ് ചെയ്യുന്നിടത്ത് ജമാഅത്തെ ഇസ്ലാമി സന്നദ്ധമാണ്. അതേസമയം ആരുടെ ഭാഗത്ത് നിന്നായാലും ധ്രുവീകരണ രാഷ്ട്രീയം എന്ന് പറയുന്നതിനെ ചെറുക്കാനും ചോദ്യം ചെയ്യാനും അതിനെ ആ അർത്ഥത്തിൽ തന്നെ തടയിടാനും ഉള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് മാധ്യമപ്രവർത്തകരും പുറകോട്ട് പോകരുത് എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഓക്കെ, താങ്ക് യു. മുഖ്യമന്ത്രി പറയുന്നത് പോലെ നിങ്ങളൊരു വർഗീയവാദികളാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല എന്നാണ്. ഒരു നീണ്ട ചരിത്രത്തിനിടയ്ക്ക് KG സെൻറ്ററിൽ ജമാഅത്തെ ഇസ്ലാമി സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോടിയേരിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിണറായി സംസാരിച്ചിട്ട് എൻ്റെ ധാരണയിലില്ല. ഇലക്ഷൻ ചർച്ചയുമായി ബന്ധപ്പെട്ട് പിണറായി സഖാവ് പറഞ്ഞതുപോലെ അത്തരത്തിലൊരു ചർച്ച നടന്നതായിട്ട് ഞാൻ ഇതിൻ്റെ മുമ്പുള്ള ആളുകളായിട്ടും ബന്ധപ്പെട്ടു, അങ്ങനെയൊന്നും നടന്നിട്ടില്ല. നടന്ന ചർച്ച നേരത്തെ ചർച്ചയായതാണ്, അതുകൊണ്ടാണ് ഞാനത് എൻഡോസ് ചെയ്തില്ലെങ്കിൽ ഞാനത് എൻഡോസ് ചെയ്യൂല. 2011 മാർച്ചിൽ നടന്ന ചർച്ചയാണ്. അത് വളരെ ക്ലിയർ ആയിട്ട് നടന്ന ചർച്ചയാണ്. അതിന് മീഡിയകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവരിങ്ങോട്ട് സലാം പറഞ്ഞു, ഞാൻ അങ്ങോട്ടും സലാം പറഞ്ഞു എന്നാണ്. അപ്പോൾ സലാം പറയൽ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. അതിനെയാണ് അദ്ദേഹം ലാസ്റ്റ് സ്ഥിരീകരിച്ചത്. സ്ഥിരീകരിച്ചപ്പോൾ അദ്ദേഹം ചമച്ച ഒരു ന്യായമാണ് പിന്നീട് അദ്ദേഹം നടത്തിയ ഡയലോഗ്. ഇലക്ഷനിൽ ഞങ്ങൾക്കല്ലല്ലോ ആവശ്യം. ഇലക്ഷനിൽ ആവശ്യമുള്ളവർ ഞങ്ങളോടാണല്ലോ ആവശ്യപ്പെടുക. അത് സാമാന്യമായി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണല്ലോ. അദ്ദേഹം പറഞ്ഞതിനോടാണ് ഞാൻ പ്രതികരിച്ചത്. അദ്ദേഹം മുഖ്യമന്ത്രി എന്ന അർത്ഥത്തിൽ അദ്ദേഹം അതിൽ വളരെ നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയത്. മാത്രമല്ല
അതിനുശേഷവും ഒരുപാട് ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. ഞാനത് വെളിപ്പെടുത്താത്തത് അദ്ദേഹത്തെ പോലെ ചില കോൺഫിഡൻഷ്യൽ ടോക്ക് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എങ്ങനെ ക്ലാരിഫിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെളിപ്പെടുത്തൂലാന്ന് തീരുമാനിച്ച വെളിപ്പെടുത്തപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ വെളിപ്പെടുത്താം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല, അത്തരം ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല. ഞാൻ തീർത്തു പറഞ്ഞല്ലോ, അത് പറഞ്ഞിട്ടാണ് ഞാൻ ബാക്കി വിശദീകരിച്ചു. സോളിഡാരിറ്റിയെ കുറിച്ച് ഞാനാണ് ആ കാലത്ത് സോളിഡാരിറ്റിയുടെ പ്രസിഡന്റ്. ഇല്ല 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 AKG സെന്ററിൽ ഇലക്ഷൻ ചർച്ച നടന്നിട്ടില്ല. ഇല്ല. ആ അതെ, അല്ല, അത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു. പിണറായിട്ട്, പാർട്ടി സെക്രട്ടറി പിണറായിട്ട് തെരഞ്ഞെടുപ്പായിരുന്നു വിഷയം. ആ പിണറായിട്ട് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടന്നു. അതായത് രാഷ്ട്രീയ പ്രസ്ഥാനം മതസംഘടന എന്നുള്ള അർത്ഥത്തിൽ AKG സെന്ററിൽ കൊടിയേരിയിട്ട് സംസാരങ്ങൾ, അത് ഇലക്ഷൻ അല്ലാതെ തന്നെ സംസാരങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. കൊടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ചിട്ടുണ്ട്. പിണറായിട്ട് AKG സെന്ററിൽ സംസാരിച്ചത് എൻ്റെ ഓർമ്മയിലില്ല, പഴയ ആളുകളോട് ചോദിക്കേണ്ടതാണ്. അല്ല, എലക്ഷൻ പശ്ചാത്തലത്തിലല്ല ഞാൻ കൊടിയേരി സംസാരിച്ചു. അതുമല്ല, രാജ്യത്തിൻ്റെ അതായത് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ മത നേതാക്കളുമായി നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. അതെല്ലാ വിഭാഗ ആളുകളായിട്ടും ബന്ധപ്പെടാറുണ്ട്. ആ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ നമ്മൾ ഡിസ്കഷനിൽ വെക്കുക രാജ്യത്തിൻ്റെ അവസ്ഥകളും സ്ഥിതിഗതികളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അന്നെന്താ ചർച്ച ചെയ്തത് എൻ്റെ ഓർമ്മയിലില്ല, പക്ഷെ എലക്ഷൻ പശ്ചാത്തലത്തിലല്ല ആ ചർച്ച നടന്നത്. ശുദ്ധിയാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ CPM-ന്റെ ശുദ്ധീകരണ പ്രക്രിയക്ക് വിധേയമാകേണ്ട ഒരു അവസ്ഥ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇപ്പം ഇല്ല. അതെ, അതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാന്ദർഭികമായി നിങ്ങൾ ചോദിച്ചുമ്പോൾ പറയുന്നത്, അതായത് സാധാരണഗതിയിൽ ഒരു മൈനോറിറ്റി പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് എവിടെയെങ്കിലും ഒരു സ്ഥാനാർത്ഥിനെ നിർത്തിയിട്ട് അവിടെ BJP ജയിച്ചാൽ അത് വലിയ ചർച്ചയാണ്. അതായത് BJPയെ തടയിടേണ്ടെന്നൊരു അധിക ഉത്തരവാദിത്വം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എന്നുള്ളൊരു സ്വഭാവത്തിൽ ദേശീയ തലത്തിലും നടക്കാറുണ്ട്, കേരളത്തിലും നടക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ പാലക്കാടാണെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ രണ്ട് കക്ഷികളായി ആണ് ഇവിടെ മത്സരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് സംഘപരിവാർ ഭീഷണിയുള്ള ഇടങ്ങളിൽ ഇടത് വലത് കക്ഷികൾക്ക് സഹകരിക്കാൻ കഴിയണമായിരുന്നു എന്നാണ് അതിലൊന്ന് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും അതിൽ അധിക ബാധ്യത മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മുകളിൽ വെക്കുന്നവർക്ക് ഈ ബാധ്യത സെക്കുലർ കക്ഷികൾക്ക് അവരെക്കാൾ ഉണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. മറ്റൊന്ന്, ജനാധിപത്യത്തെ അട്ടിമറിക്കാത്ത, ജനാധിപത്യപരമായി സംഘപരിവാറിൻ്റെ വരവിനെ തടയിടാൻ കഴിയുന്ന എന്തെല്ലാം വഴികളുണ്ടോ ആ രീതി സ്വീകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അടുത്ത സൂക്ഷ്മമായി പഠിച്ചിട്ടാണ് അത് പറയേണ്ടത്. സീറ്റ് നിലയൊന്നും ഞാൻ പരിശോധിച്ചിട്ടില്ല. എന്തായാലും ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു ഇലക്ഷൻ കഴിഞ്ഞു, ജനവിധിയെ മുഖവിലൊക്കെ എടുത്തുകൊണ്ട് ഭാവി കാര്യങ്ങൾ ആലോചിക്കണം. പക്ഷേ ഇനി അടുത്ത ഇലക്ഷൻ വരാൻ പോവാണ്, നിയമസഭാ ഇലക്ഷൻ. ആ നിയമസഭാ ഇലക്ഷനിലെങ്കിലും ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് സംഘപരിവാർ ഭീതിയുള്ള മണ്ഡലങ്ങളിലെങ്കിലും ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിൻ്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട ഉയർന്ന നിലപാടായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അതിൽ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് ഇടതുപക്ഷത്തെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതി ഇതുവരെ ഉണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി പ്രശ്നാധിഷ്ഠിതമായ ഇടതുപക്ഷത്തോടുള്ള സമീപനം സ്വീകരിച്ച്
ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കി ധ്രുവീകരണ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചപ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രമല്ല പരിക്കേൽക്കുക. ജമാഅത്തെ ഇസ്ലാമി ഇലക്ഷൻ കഴിയുന്നവരെ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? ആ ചൂണ്ടയിൽ കുത്തിക്കഴിഞ്ഞാൽ ആ ചർച്ച പിന്നെ വമ്പിച്ച രീതിയിൽ പിന്നെ വളർന്നു വന്നാൽ അതിൻ്റെ ഗുണഫലം ലഭിക്കുക കേരളത്തിൽ സംഘപരിവാറിനാണെന്നുള്ള തിരിച്ചറിവുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ജമാഅത്ത് സി പി എമ്മിനെ പിന്തുണച്ചിട്ടുണ്ട്. ഫാസിസവുമായി ബന്ധപ്പെട്ട് മുഖാമുഖം ഉയർന്ന നിലപാട് സി പി എം സ്വീകരിച്ചിട്ടുണ്ട്. അടഞ്ഞ ഒരു സമീപനോ അടച്ചാക്ഷേപിക്കുന്ന നിലപാടോ അല്ല. സി പി എം കാലങ്ങളായി സ്വീകരിച്ച ഫാസിസ്റ്റ് വിരുദ്ധ സമീപനത്തെ മുഖവിലക്കെടുക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ ഇപ്പോൾ എടുക്കുന്ന ഈ സ്ട്രാറ്റജിയോടാണ് യോജിപ്പ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് സി പി എം സ്വീകരിക്കുന്നത് എങ്കിൽ അത്തരം നിലപാടുകളെ സ്വാഗതം ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് യാതൊരു മടിയുമില്ല. അങ്ങനെ ഒരു അവകാശവാദം ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇടതുപക്ഷം സ്വീകരിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്. മൈനോറിറ്റിക്കെതിരെ സ്വീകരിച്ച നിലപാടുകളുണ്ട്. മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരെടുത്ത നിലപാടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ശബരിമല ഇഷ്യൂ ഉൾപ്പെടെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകം ഇതാണ്. വസ്തുനിഷ്ഠമായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ വിലയിരുത്തുന്നുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി സവിശേഷമായി ഇലക്ഷനിൽ ഇടപെട്ടിട്ടില്ല. അതെ, അത് നിങ്ങൾ വെൽഫെയർ പാർട്ടിയോട് ചോദിക്കണം. പലപ്പോഴും വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഞാൻ പൂർത്തിയാക്കി തരാം. ഞാൻ അത് പറയാം. അതായത് കഴിഞ്ഞ തവണ ഞാനൊരു പത്രസമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഞാനൊരു ക്വസ്റ്റ്യന് റിപ്ലൈ ചെയ്തു. അത് കട്ട് ചെയ്ത് വന്നപ്പം ജമാഅത്തെ ഇസ്ലാമി നിനക്കറിയാൻ തോന്നുന്നു, ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയുടേതല്ല, വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടേതല്ല, അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഞാൻ പറയാം, വെൽഫെയർ പാർട്ടി സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ മുൻകൈ എടുത്ത് രൂപപ്പെടുത്തിയെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിലാണ് മുഴുവൻ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം അതിൻ്റെ നിലപാട് രൂപപ്പെടുന്നത് സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ സംസ്ഥാന ബോഡിയും അതിൻ്റെ ജില്ലാ ബോഡിയും അതിൻ്റെ ലോക്കൽ ബോഡിയുമാണ്. ജമാഅത്തെ ഇസ്ലാമി അല്ലാത്ത ആളുകളും അതിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടി മുൻകൈയിൽ മറ്റു മനുഷ്യാവകാശ പ്രവർത്തകർ കൂടി ഇടപെട്ടുകൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. നിങ്ങളുടെ ചോദ്യത്തിന് വെൽഫെയർ പാർട്ടി, നിങ്ങളുടെ ചോദ്യത്തിന് വെൽഫെയർ പാർട്ടിയോട് വെൽഫെയർ പാർട്ടിയെക്കുറിച്ച് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയോട് ചോദിക്കണമെന്ന് പറയില്ല. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് വെൽഫെയർ പാർട്ടിയോട് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയോട് ചോദിക്കണമെന്ന് പറയും. ജമാഅത്തെ ഇസ്ലാമിയോട് വെൽഫെയർ പാർട്ടിയെക്കുറിച്ച് ചോദിച്ചാൽ വെൽഫെയർ പാർട്ടിയോട് ചോദിക്കണമെന്ന് പറയും. ജമാഅത്തെ ഇസ്ലാമിയോട് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ചോദിച്ചാൽ വെൽഫെയർ പാർട്ടിയോട് കുറിച്ച് ചോദിക്കണമെന്ന് പറയില്ല. അപ്പോൾ ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ എന്നുള്ള അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള ഏത് ക്വസ്റ്റ്യനും കൂടി ചോദിച്ചു. സംഘപരിവാറിൻ്റെ അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി സഹോദര്യം സഹവർത്തിത്വം ഒക്കെയുള്ള ഇസ്ലാമോഫോബിയ ശക്തിപ്പെടുമ്പോഴും അത് കീപ്പ് ചെയ്തു പോകുന്നൊരു സംസ്ഥാനമാണ് കേരളം. നമുക്കറിയാം ഇപ്പോൾ യു പിൻ്റെ അവസ്ഥ എന്താണ്, ആസാമിലെ അവസ്ഥ എന്താണ്. ആ ഒരു അവസ്ഥയിലേക്ക് കേരളം പോകരുത്. ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാകാൻ പാടില്ല. അത്തരം ഒരു രാഷ്ട്രീയത്തിന് കേരളത്തിൽ സ്പേസ് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അത്തരം വിജയസാധ്യതയുള്ള ഇടങ്ങളിൽ ഇന്ത്യ മുന്നണി ഇന്ത്യയിലുടനീളം സ്വീകരിച്ച സ്ട്രാറ്റജി സ്വീകരിക്കണം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു വെൽഫെയർ പാർട്ടി അവിടെ എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്തതെന്നുള്ളത് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ വളരെ കൃത്യമാണ്. അതേസമയം ഒരു കാര്യം എനിക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെൽഫെയർ പാർട്ടി മത്സരിച്ചിട്ടില്ല. മത്സരിക്കാതിരിക്കാൻ കാരണം അവിടുത്തെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട സാന്നിധ്യത്തെ പരമാവധി തടയിടുക എന്നുള്ള നിലപാടിൻ്റെ കൂടി ഭാഗമാണ് എന്ന് അവർ വിശദീകരിച്ചിട്ടുണ്ട്. ബാക്കി എനിക്ക് പരിശോധിച്ചിട്ടേ പറയാൻ കഴിയൂ. വർഗീയതയാണെന്നും അവിടുത്തെ ലീഗ് പറയുന്നു.
പറഞ്ഞു കഴിഞ്ഞാൽ ഇരു കൂട്ടർക്കും നിങ്ങളോട് എതിർപ്പാണ്, നിങ്ങൾ വർഗീയവാദികളാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു സ്പേസിൽ എന്തിനാണ് പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കേണ്ടത്? അവിടെ രണ്ടും ഭാഗം ഒഴിഞ്ഞു നിന്നിട്ട് മുക്കത്തൊക്കെ മത്സരിച്ച പോലെ സ്വന്തമായിട്ട് മത്സരിച്ചാൽ പോലെ. അല്ല, ഞാൻ വീണ്ടും നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല. ക്ലാരിറ്റി ഉണ്ടായിരിക്കെ തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കിട്ടിയ തിരക്കടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഞാനാകട്ടെ പറയുന്നതും തീരുമാനിച്ചിട്ടാണ് ഇവിടെ ഇരുന്നത്. അതുകൊണ്ട് അത് അവിടെ തന്നെ നിന്നോട്ടെ. ജമാഅത്തെ ഇസ്ലാമിയുടെ അക്കൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ പിന്തുണയുമായി ബന്ധപ്പെട്ട് 2011 വരെ ജമാഅത്തെ ഇസ്ലാമിയാണ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത്. ഹിറാ സെന്ററിൽ നിന്നാണ് നിലപാട് പറഞ്ഞിരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയാണ് സംസാരിച്ചിരുന്നത്. അതിനുശേഷം വെൽഫെയർ പാർട്ടി രൂപപ്പെട്ടതിന് ശേഷം ആ ദൗത്യം നിർവഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയല്ല, വെൽഫെയർ പാർട്ടിയാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയല്ല, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയാണ് ആർക്ക് കൊടുത്തിട്ടെങ്കിലും ഉണ്ടാകുക. അതിൻ്റെ ഉത്തരവാദിത്വം വെൽഫെയർ പാർട്ടിക്കാണ്. ജമാഅത്തെ ഇസ്ലാമി അതിലായ അർത്ഥത്തിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല, ഇടപെടാറില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകത്തോണ്ടാണ്. RSSും ഇതും ഒരു സംഘടനയോടും നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ സമീകരിക്കാൻ കഴിയില്ല. ഓരോന്നും വ്യത്യസ്തമാണ്. സമീകരണ സിദ്ധാന്തമാണ് ഇന്ന് കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. വസ്തുനിഷ്ഠമായ വിശകലനം വേറെ തന്നെ നടക്കേണ്ടതാണ്. AKG സെന്ററിൽ ജമാഅത്തെ ഇസ്ലാമി ഇലക്ഷൻ ചർച്ച നടത്തിയിട്ട് എൻ്റെ അറിവിലില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അമീറായ ഒരാളാണ്, എൻ്റെ അറിവിലില്ല. ഇല്ല, അവരുടെ അന്വേഷണത്തിലും ഇല്ല. സപ്പോർട്ട് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ വരെ. ഇപ്പോഴാണോ ജമാഅത്ത് ഇസ്ലാമി ഈ CPM എങ്ങനെ മനസ്സിലാക്കുന്നത്, തിരിച്ചറിയുന്നത്? ലീഗ് എന്തുകൊണ്ടാണ്, എന്തടിസ്ഥാനത്തിലാണ് ലീഗിൻ്റെ നരേഷൻ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. അത് ലീഗാണ് പറയേണ്ടത്. അതെ, ജമാഅത്തെ ഇസ്ലാമി നെറേറ്റീവ് പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു. CPMുമായി സഹകരിച്ച കാലത്തെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ സിദ്ധാന്തം പറഞ്ഞു. അന്ന് ജമാഅത്തെ ഇസ്ലാമിനെയാണ് നേരിട്ട് പിന്തുണ കൊടുത്തത്. അന്ന് ഫാഷിസത്തോട്, ബാബരി മസ്ജിദ് കാലഘട്ടത്തിലെല്ലാം ബാബരി മസ്ജിദ് ഇഷ്യൂവിൽ, ആഗോളീകരണ നയങ്ങളിൽ, മുതലാളിത്ത സാമ്രാജ്യത്വ നയനിലപാടുകളിൽ, ഇങ്ങനെ ഒരുപാട് തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിന്തുണ കൊടുത്തത്. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ലോ. ഇടതുപക്ഷം ഈയിടെയായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനം CPMൻ്റെ ഭാഗത്ത് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ സത്യസന്ധമായി പറ. പഴയൊരു CPM യോഗി ആദിത്യനാഥിൻ്റെ ഇത് വായിച്ചിട്ട് കുളിർമയ കൊള്ളുന്നൊരവസ്ഥ ഉണ്ടാവും. വെള്ളാപ്പള്ളി നടേശനെ തൊഗാഡിയ എന്ന് വിളിച്ച CM ഇന്നത് വിളിക്കുമോ? ഈ എല്ലാ വിലയിരുത്തലിനും ശേഷം ഇദ്ദേഹം ഇന്നലെ ക്രിസ്മസ് കേക്ക് മുറിക്കാനും അദ്ദേഹത്തെ കൂടെ നിർത്തിയില്ലേ? അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടേതാണോ പ്രശ്നം, CPMൻ്റെതാണോ പ്രശ്നം? തീർച്ചയായിട്ടും ആ ഒരു ഇസ്ലാമോഫോബിയയുടെ തണലിലാണ് ഈ പറയുന്ന ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിന് കൂടി മണ്ണൊരുക്കുന്നത് എന്നുകൂടി വിശ്വസിക്കുന്നുണ്ട്. അത് ഉണർത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിനെ ചെറുക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതായത് ഇസ്ലാമോഫോബിയയുടെ മറപിടിച്ച് മുസ്ലിം ഭീതി പടർത്തി ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള ആസൂത്രിതമായ നീക്കം കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. ആ ഇസ്ലാമോഫോബിയെ ചെറുക്കുക എന്നുള്ളത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. ജമാഅത്തുമായിട്ട് ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയില്ല എന്ന പ്രസ്താവന നടത്തിയിരുന്നു. മറ്റൊന്ന് ശ്രദ്ധയിലുള്ളത്, ഇപ്പൊ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് സതീശൻ പറഞ്ഞൊരു കാര്യം, അതായത് ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ പഴയ പോലെയൊന്നുമല്ല, അവരുടെ ആ നിലപാടിൽ നിന്നൊക്കെ അവര് പിന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് VD സതീശൻ പറഞ്ഞത്. അതിലെന്താ ശരിക്കും നടന്നത്? അതായത് UDFനെ ഞങ്ങൾ ഇതിനൊക്കെ മാറി എന്ന് ജമാഅത്തെ ഇസ്ലാമി അവരെ ബോധ്യപ്പെടുത്തിയതാണോ, അതോ പഴയ നിലപാടിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി മാറിയതാണോ? ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മുസ്ലിം ലീഗ് എന്ത് പറയുന്നു, കോൺഗ്രസ് എന്ത് പറയുന്നു, CPM എന്ത് പറയുന്നു എന്നതിനനുസരിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് പറയും. ഇപ്പോൾ ഉദാഹരണമായിട്ട് KM ഷാജി ഞങ്ങൾ കോട്ട് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, KM ഷാജി പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ വിയോജിപ്പുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി ലീഗ് 2-2 ലീഗിനോട് വിയോജിക്കുന്ന ഒരുപാട് തലങ്ങളില്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കും, KM ഷാജിയെ സംബന്ധിച്ചിടത്തോളം മതസംഘടനകളിൽ വ്യത്യസ്ത മതസംഘടനകളില്ലേ, അതിൻ്റെ നിലപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കുന്നില്ലേ?
വിയോജിപ്പുകൾ ഉള്ളതുകൊണ്ടല്ലേ വ്യത്യസ്ത സംഘടനകളായി നിലകൊള്ളുന്നത്. ഏതോ ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണക്കുന്നു എന്ന് പറഞ്ഞാൽ UDF-നോട് എല്ലാ അർത്ഥത്തിലും യോജിച്ചു എന്നാണോ? CPM-നെ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞാൽ CPM-നോട് എല്ലാ അർത്ഥത്തിലും യോജിക്കുന്നു എന്നതാണോ? അല്ല. KM ഷാജിക്ക് ജമാഅത്തെ ഇസ്ലാമിയോട് വിയോജിപ്പുണ്ട്, ജമാഅത്തെ ഇസ്ലാമി ലീഗിനോട് വിയോജിക്കുന്ന തലങ്ങളുണ്ട്, ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനോട് വിയോജിക്കുന്ന തലങ്ങളില്ലേ? കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും തമ്മിൽ വമ്പിച്ച സംവാദം നടന്ന കാലങ്ങൾ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും ഒരു മുന്നണിയിലൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു സ്വതന്ത്ര പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് വന്നൊരു ഘട്ടത്തിൽ തത്വാധിഷ്ഠിതമായ ജമാഅത്ത് അതിൻ്റെ കാര്യങ്ങൾ പറയും. പാർട്ടി വെൽഫെയർ പാർട്ടി ഇലക്ഷൻ കാലത്ത് നിലപാടുകൾ സ്വീകരിക്കും. ആ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരും അതിൻ്റെ കൂടെയായിരിക്കും. എങ്ങനെ? കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു സംഘടനയും പിന്നോട്ട് പോവുകയല്ല മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. അതായത് പഴയ കാലത്തുള്ള ഇപ്പം 1948 CPM അല്ലല്ലോ ഇപ്പം ഉള്ളത്. ഒരു പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ കാലോചിതമായ നയവികാസങ്ങളുടെ മുന്നോട്ട് പോകും. ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണ്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഒരു ഘട്ടത്തിലും മതരാഷ്ട്രവാദം ഉന്നയിച്ചിട്ടില്ല. അതായത് ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിനോട് എന്നല്ല, CPM-നോട് യോജിച്ച മേഖലകൾ ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസിനോട് യോജിക്കുന്ന മേഖലകൾ ഉണ്ടായിട്ടുണ്ട്, ലീഗിനോട് യോജിക്കുന്ന മേഖല മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എംപവർമെന്റുമായി ബന്ധപ്പെട്ടും പൊളിറ്റിക്കൽ സ്ട്രെങ്തനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ലീഗ് എടുക്കുന്ന ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ സമുദായത്തിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗിൻ്റെ എല്ലാ മൂവിനെയും നമ്മൾ പിന്തുണക്കണമെന്നില്ല. അതിലേ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി എന്തല്ല എന്നുള്ളത് ഇവിടെ നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയാണ്. ഇത് ഇപ്പോഴല്ല കേട്ടോ, ഇത് 48 രൂപപ്പെട്ടതിന് ശേഷം രൂപപ്പെട്ടെന്ന് പറഞ്ഞ ചെറിയ ചെറിയ ഭേദഗതികൾ കാലോചിതമായിട്ടുണ്ടായിട്ടുണ്ടാവും. ഞാൻ അതിൻ്റെ പ്രവർത്തന മാർഗം ഒന്ന് വായിക്കാം വളരെ കൃത്യമായിട്ട്. അതിൽ പറയുന്ന ഒന്ന്, ഖുർആനും സുന്നത്തും ജമാഅത്ത് പ്രവർത്തനത്തിൻ്റെ അസ്ഥിവാരമായിരിക്കും. 2, ജമാഅത്ത് അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ധാർമ്മിക പരിധികൾ പാലിക്കുന്നതായിരിക്കും. സത്യസന്ധതക്കും വിശ്വസ്തതക്കും നിരക്കാത്തതോ വർഗീയ വിദ്വേഷത്തിനും വർഗസംഘടനത്തിനും ഇടയാക്കുന്നതോ നാട്ടിൽ നാശമുണ്ടാക്കുന്നതോ ആയ മാർഗങ്ങളും പരിപാടികളും ഒരിക്കലും സ്വീകരിക്കുന്നതല്ല. ജമാഅത്ത് അതിൻ്റെ ലക്ഷ്യപ്രാപ്തിക്കായി രചനാത്മകവും സമാധാനപൂർവമായ മാർഗങ്ങൾ അവലംബിക്കുന്നതാണ്. ആദർശ പ്രചാരണവും പ്രബോധനവും വഴി ഹൃദയങ്ങളും സ്വഭാവചര്യങ്ങളും സംസ്കരിക്കുന്നതും സാമൂഹ്യ ജീവിതത്തിൽ ഉദ്ദിഷ്ടമായ ഉത്തമ വിപ്ലവം വരുത്തുന്നതിന് പൊതുജനാഭിപ്രായം വളർത്തിക്കൊണ്ടുവരുന്നതുമാണ്. ഇത് ഈ പറയുന്ന പ്രവർത്തന മാർഗം ഏതാണ്ട് 7 പതിറ്റാണ്ട് മുമ്പ് രൂപപ്പെടുത്തുക. അതിന് വിഘാതം നിൽക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇതിന് കണ്ടെത്തുക സാധ്യമല്ല. ജമാഅത്തെ ഇസ്ലാമി നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിനകത്ത് നിയമത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും വഴികളല്ലാത്തൊരു വഴിയും നാളിതുവരെ സ്വീകരിച്ചിട്ടുമില്ല. നിങ്ങൾക്ക് ഉദാഹരണങ്ങളൊക്കെ ഉന്നയിക്കാം, ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യും. അവരോട് നിങ്ങൾ അന്വേഷിക്കുക. അവരെ നിലനിർത്തുന്നിടത്തും ആ സ്ഥാപനത്തും മുന്നോട്ട് പോകുന്നിടത്തും ജമാഅത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കാം. അത്രമാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അതായത് നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ മാധ്യമ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ആ വെല്ലുവിളി സ്വാഭാവികമായിട്ടും ഏത് മാനേജ്മെൻറ്റിനെയും ബാധിക്കുന്നുണ്ട്. എല്ലാ മാധ്യമപ്രവർത്തകരും ഇവിടെ ഉണ്ടല്ലോ. അത് ചെറുതും വലുതുമായ സ്വഭാവത്തിലുണ്ട്. അതിനെ അഭിമുഖീകരിക്കും, അതിജീവിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. പ്രശ്നപരിഹാരമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആണ്. അതായത്
അവിടെയുള്ള പ്രശ്നത്തെ ചെറുതായി കാണുന്നില്ല, ആ പ്രശ്നത്തെ കാണുകയും പലപ്പോഴും അത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും പരിഹരിക്കുകയും ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ പ്രശ്നത്തെ നമ്മൾ കാണുന്നുണ്ട്, പരിഹരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്, പരിഹരിക്കണം എന്ന് തന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അതിപ്പോൾ നിങ്ങളെക്കാൾ എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ആ. ഉമ്മൻചാണ്ടി സർക്കാർ 2014 ജനുവരി 18 ഹൈക്കോടതി സമരം സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്, നിങ്ങള് അതായത് ഭരണഘടന അംഗീകരിക്കുന്നില്ല, ഭരണഘടനയോട് അവഗണന കാണിക്കുകയും ദേശീയ താല്പര്യത്തിനെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് BJP-യുടെ രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടത്. ഇപ്പോ CPM നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത് അത് തന്നെയാണ്. അന്ന് അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്, ശക്തമായ മറുവശം പറഞ്ഞിട്ടുണ്ട്. അന്നിന് കേസ് നമ്മൾ നേരിടുകയും ചെയ്തിട്ടുണ്ട്, കേസിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് പോകുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.